ജന്തർ മന്ദറിൽ ഒരു മാസത്തിലേറെയായി നീണ്ടുനിന്ന ജനറേഷൻ സി വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തെക്കുറിച്ച് RSS മേധാവി മോഹൻ ഭാഗവത് പരോക്ഷമായി പ്രതികരിച്ച് മണിക്കൂറുകൾക്കകം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചൊഴിഞ്ഞു. യുവാക്കളുമായി സമവായത്തിലെത്താൻ കുടുംബങ്ങളും സമൂഹവും തയ്യാറാകണമെന്ന മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയിലെ അപകട സൂചന വ്യക്തമായി മനസ്സിലാക്കിയാണ് കേന്ദ്ര സർക്കാരിന്റെയും BJP നേതൃത്വത്തിന്റെയും ഈ നാടകീയ പിന്മാറ്റം. പുതിയ തലമുറയുടെ യുക്തിസഹമായ ചിന്താഗതിയെയും ചോദ്യം ചോദിക്കാനുള്ള പ്രവണതയെയും ഉൾക്കൊള്ളണമെന്നും ഇതിനായി പഴയ രീതികൾ മാറ്റണമെന്നുമാണ് ഭാഗവത് തുറന്നടിച്ചത്. ആധുനിക മാതൃത്വം എന്ന വിഷയത്തിൽ ഡൽഹിയിലെ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയാണ് RSS മേധാവി പുതിയ തലമുറയെ കേൾക്കാൻ സമൂഹത്തോടും ഭരണാധികാരികളോടും ആഹ്വാനം ചെയ്തത്. 2014 ഭരണം പിടിച്ച ശേഷം നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ക്യാബിനറ്റ് റാങ്കുള്ള ഒരു കേന്ദ്രമന്ത്രി പ്രക്ഷോഭങ്ങളെ തുടർന്ന് പുറത്തുപോകുന്നത്. 35 ദിവസമായി CJP പാർട്ടി ജന്തർ മന്ദറിൽ തുടരുന്ന പ്രക്ഷോഭത്തെ ഭയക്കാത്ത കേന്ദ്രം പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് കേന്ദ്രമന്ത്രിയെ മാറ്റാൻ തയ്യാറായത് RSS ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ്. സമരങ്ങളെ എന്തു വില കൊടുത്തും അടിച്ചമർത്തുന്ന പതിവ് ഭരണകൂട ശൈലി മാറ്റി കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. സംഘ് പരിവാറിന്റെ മുന്നറിയിപ്പും മാറുന്ന നയങ്ങളും. ആധുനിക മാതൃത്വം എന്ന ചടങ്ങിൽ സംസാരിക്കവേ മോഹൻ ഭാഗവത് നടത്തിയ പരാമർശങ്ങൾ സർക്കാരിനുള്ള കൃത്യമായ ശാസനയായിരുന്നു. ഡിജിറ്റൽ യുഗത്തിലെ കുട്ടികളെയും അവരുടെ യുക്തിചിന്തകളെയും അവഗണിക്കുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് RSS വിലയിരുത്തി. പാരമ്പര്യമായി തുടർന്നു പോകുന്ന അടിച്ചമർത്തൽ രീതികൾ മാറ്റി പുതിയ തലമുറയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഭരണകൂടം തയ്യാറാകണമെന്ന സന്ദേശമാണ് RSS നൽകിയത്. ജന്തർ മന്ദറിൽ ആരംഭിച്ച വിദ്യാർത്ഥി സമരം പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ കൈകാര്യം ചെയ്യുന്നതിൽ ഡൽഹി പോലീസിന് വലിയ വീഴ്ച പറ്റി. ഇതിന് പിന്നാലെ സമരഭൂമിയിലേക്ക് രാജ്യവിരുദ്ധ ശക്തികളും ക്രിമിനലുകളും നുഴഞ്ഞു കയറുന്നതായി ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകി. 2500ഓളം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ കടന്നുകൂടിയതായി കണ്ടെത്തി. സമരം ക്രമസമാധാന പ്രശ്നമായി മാറും മുൻപ് പരിഹരിക്കാൻ ഇന്റലിജൻസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വോട്ട് ബാങ്ക് ചോർച്ചയെന്ന BJPയുടെ ഭയം ഇവിടെ വന്നു. എന്തായാലും തുടക്കത്തിൽ കുട്ടികളുടെ കളിയെന്ന് പരിഹസിച്ചു തള്ളിയ സമരം വരാനിരിക്കുന്ന നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ യുവ വോട്ട് ബാങ്കിനെ തകർക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വേഗത്തിലാക്കിയത്. ചെറുപ്പക്കാരുടെ ഇടയിലെ അമർഷം തണുപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് രംഗത്ത് വന്നു. ഇൻസ്റ്റാഗ്രാമിൽ യുവാക്കൾ സജീവമാകുന്ന സമയം കണക്കാക്കി രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ചരിത്രത്തിൽ ആദ്യമായി ഒരു സെൽഫി ക്യാമറയിലൂടെയാണ് യുവാക്കളോട് സംസാരിച്ചത്. മുൻനിര നേതാക്കൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമാകണമെന്ന നിർദ്ദേശവും BJP നൽകിക്കഴിഞ്ഞു.